ഓൾ ഓവർ ഇന്ത്യയിൽ നിന്ന് വലിയ രീതിയിലുള്ള സപ്പോർട്ടാണ് കിട്ടുന്നത്. BCCIയുടെ സഞ്ജുവിനെ ഉൾപ്പെടുത്താത്ത മത്സരങ്ങളിലെല്ലാം വലിയ രീതിയിൽ, അല്ലെങ്കിൽ സഞ്ജുവിനെ പൊസിഷൻ മാറ്റി കളിപ്പിക്കുന്ന മത്സരങ്ങളിലെല്ലാം BCCIയുടെ പേജിൻ്റെ അടിയിൽ പോയി വലിയ രീതിയിൽ സഞ്ജുവിന് വേണ്ടി വാദിക്കുന്നവർ മലയാളികൾ മാത്രമല്ല, ഇന്ത്യയിൽ നിന്ന് എല്ലാ സ്റ്റേറ്റിൽ നിന്നുള്ള ആൾക്കാരും ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതൊരു വലിയ രീതിയിലുള്ള ഒരു വിഷമം തന്നെയാണ്. സഞ്ജു കുറേ കൂടി ഉത്തരവാദിത്തത്തോടെ സഞ്ജു കളിക്കണമായിരുന്നു. കാരണം ഇന്നത്തെ നല്ലൊരു ബോളായിരുന്നു, പക്ഷേ അതിൻ്റെ തൊട്ട് മുമ്പുള്ള 2 മത്സരങ്ങളിലും സഞ്ജുവിൻ്റെ മോശം ഷോട്ട് സെലക്ഷൻ ആയിരുന്നു. സോഫ്റ്റ് വിക്കറ്റുകളാണ് നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ആദ്യത്തെ മത്സരത്തിൽ സാനർ ഫീൽഡറെ മാറ്റിയതുപോലും അദ്ദേഹം അറിയാതെ നേരെ ഇട്ട് കൊടുക്കുന്ന രീതിയിലാണ് അദ്ദേഹം കളിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ സമ്മർദ്ദം വലിയ രീതിയിൽ സഞ്ജുവിനെ ബാധിച്ചിട്ടുണ്ട്. അത് അവരുടെ തന്ത്രങ്ങൾ പോലും മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അതെ, റീഡ് ചെയ്യാൻ പറ്റുന്നില്ല സഞ്ജുവിന്. അത് വലിയ രീതിയിലുള്ളൊരു വിഷമം ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ പ്രത്യേകിച്ച് നമ്മളെ എല്ലായ്പ്പോഴും സ്റ്റാറ്റ് വെച്ചിട്ട് തന്നെയാണ് സഞ്ജുവിൻ്റെ കാര്യങ്ങൾ നമ്മൾ വാദിക്കാറുള്ളത്. എനിക്ക് തോന്നുന്നു ടാക്ടിക്സിലായാലും അല്ലാതെ നമ്മളുടെ ഡെയിലി വീഡിയോകളിലായാലും സ്പോർട്സ് റിപ്പോർട്ടിൽ ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ള വീഡിയോ സഞ്ജുവിനെ കുറിച്ചാണ്. അതിൽ പലരും കമൻറ്റ് ചെയ്യാറുണ്ട്, നിങ്ങൾക്കൊരു സഞ്ജു മാത്രമേ ഉള്ളൂ. സഞ്ജുവിന് വേണ്ടി നമ്മൾ അത്രയും വാദിക്കുന്നുണ്ട്. സഞ്ജുവിന് അത്രത്തോളം അവസരങ്ങൾ നിഷേധിക്കപ്പെട്ട താരമാണ്. അതെ, അല്ല, ഇപ്പോൾ നിരന്തരം അവസരങ്ങൾ കിട്ടുമ്പോൾ പോലും നമ്മൾ സ്റ്റാറ്റ് പറയണം. കഴിഞ്ഞ 14 ഇന്നിങ്സിൽ സഞ്ജുവിന് 50 പോലും ഇല്ല. സ്ട്രൈക്ക് റേറ്റ് 130 താഴെയാണ്, ശരാശരി 17 20 താഴെയാണ്. അപ്പോൾ അതും നമ്മൾ പറയണമല്ലോ. അപ്പോൾ അതൊരു വിഷമമുണ്ട്, വിഷമത്തോടെയാണ് നമ്മൾ ഈ പറയുന്നത് എന്നുള്ളതാണ്. കാരണം ഇതിന് നല്ലൊരു അവസരം സഞ്ജുവിന് കിട്ടാനില്ല. കഴിഞ്ഞ T20 വേൾഡ് കപ്പിന് മുമ്പ് സഞ്ജുവിനെ ടീമിലെടുത്തപ്പോൾ സഞ്ജു ഇട്ടൊരു ക്യാപ്ഷൻ, വിയർപ്പ് തുന്നിയിട്ട കുപ്പായം, അതെല്ലാവരും വലിയ രീതിയിൽ ആഘോഷിച്ചു. സോഷ്യൽ മീഡിയ അക്ഷരാർത്ഥത്തിൽ ലിറ്ററലി നമ്മൾ കത്തിച്ചു എന്നൊക്കെ പറയുന്ന ടൈപ്പ് സാധനമായിരുന്നു. പക്ഷേ സഞ്ജുവിന് ഒരു മത്സരത്തിൽ പോലും ആ വേൾഡ് കപ്പിൽ അവസരം കിട്ടില്ല. പക്ഷേ ഇന്ത്യ കപ്പടിച്ചു. അതിലാണല്ലോ നമ്മൾ രാജ്യത്തിന് കിരീടം നേടുക എന്നുള്ളതാണല്ലോ. ഇൻഡിവിജ്വൽ മൈൽ സ്റ്റോണിനേക്കാളും കൂടുതൽ രാജ്യത്തിന് കപ്പടിക്കുക എന്നുള്ളത്. രാജ്യം കപ്പടിച്ചു. വിരാടും രോഹിത്തും എല്ലാം വലിയ രീതിയിൽ ആ കിരീടവുമായിട്ട് ആഘോഷിക്കുന്നത് നമ്മളെല്ലാം കണ്ടാണ്. വലിയ മൊമെൻ്റ് ആയിരുന്നു. അതിനുശേഷം ഇത്തവണ ടീമിനെ പ്രഖ്യാപിക്കുന്നു. സഞ്ജു ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പറായി വരുന്നു. സഞ്ജുവിനെ ആയിരിക്കും ഓപ്പണർ എന്നുള്ള വലിയ രീതിയിലുള്ള സംഭവങ്ങൾ വരുന്നു. ശുഭ്മാൻ ഗില്ലിനെ, BCCIയുടെ മാനസപുത്രനെ വെട്ടിക്കൊണ്ട് സഞ്ജുവിനെ ഫസ്റ്റ് ചോയ്സ് ഓപ്പണറാക്കി കളിപ്പിക്കുന്നു. സഞ്ജു അപ്പോൾ അതിനിട്ട ക്യാപ്ഷൻ, ആ പാട്ടിലെ തന്നെ 2ാമത്തെ വരിയായിരുന്നു, നിറങ്ങൾ മങ്ങുകില്ല കട്ടായം. നമ്മൾ വലിയ പ്രതീക്ഷയോടെ നിൽക്കുന്നു. ഇല്ല, ആ സഞ്ജുവിൻ്റെ വിയർപ്പ് തുന്നിയിട്ട കുപ്പായം അതിൽ നിറം മങ്ങാതെ ഈ ലോകകപ്പിൽ തകർത്ത് കളിക്കുമെന്നുള്ളത്. അതിന് തൊട്ട് മുമ്പ് ഒരു 5 സീരീസ് വരുന്നു. ന്യൂസിലൻഡിനെതിരായ T20 പരമ്പര വരുന്നു. അതിലെ അവസാന മത്സരം, ലോകകപ്പിൽ തൊട്ട് മുമ്പുള്ള അവസാന മത്സരം തിരുവനന്തപുരത്ത് വരുന്നു. എല്ലാം കൊണ്ടും സഞ്ജുവിന് വേണ്ടി സെറ്റ് ചെയ്ത് വെച്ച ഒരു തിരക്കഥ എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ ആ പ്ലാൻ ചെയ്തിരുന്നില്ല. പക്ഷേ സഞ്ജു എന്ത് ചെയ്തു? ആദ്യത്തെ മത്സരത്തിൽ 10 റൺസിന് ഔട്ടാവുന്നു, 6 റൺസിന് ഔട്ടാവുന്നു, പിന്നെ 0-ന് ഒരു ഗോൾഡൻ ഡക്ക് ആവുന്നു.